വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി കേസുകൾക്ക് ചെലവായ തുക സർവകലാശാലകൾ നൽകണമെന്ന് രാജ്ഭവൻ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് രാജ്ഭവൻ കത്തയച്ചു. 2 സർവകലാശാലകളും 5.5 ലക്ഷം രൂപ വീതം നൽകണം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, എന്താണിതിൽ രാജ്ഭവൻ ചൂണ്ടിക്കാട്ടുന്നത്? സർവകലാശാലകൾക്ക് ഇതിന്റെ സാമ്പത്തിക ബാധ്യത വഹിക്കാൻ കഴിയുമോ? സാധാരണഗതിയിൽ അത്തരത്തിൽ സാമ്പത്തിക ബാധ്യതകൾ സർവകലാശാലകളല്ല വഹിക്കേണ്ടത്. രാജ്ഭവൻ ഒരു കേസിന് പോവുകയാണെങ്കിൽ രാജ്ഭവൻ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്ക് വേണ്ട സാമ്പത്തിക ബാധ്യത എത്രയാണോ അത് വഹിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ ഒരു അസാധാരണ നടപടി ഇപ്പോൾ രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ചാൻസലർ എന്ന നിലയിൽ കോടതിയിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയാണ് ആദ്യം ഗവർണർ ചെയ്തത്. അതായത് ഹൈക്കോടതി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കി. അതിനെതിരെ അപ്പീലായിട്ടാണ് സുപ്രീം കോടതിയിൽ പോയത്. അതിനുശേഷമാണ് ഈ സെർച്ച് കമ്മിറ്റി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെല്ലാം വരുന്നത്. അതിനും രാജ്ഭവൻ സർക്കാരിനെതിരെ നിലപാടെടുക്കുകയും സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുകയും ചെയ്തു. ഇതിനെല്ലാം ചെലവായ 11 ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് കത്ത് നൽകിയിരിക്കുന്നത്. 5.5 ലക്ഷം രൂപ ഡിജിറ്റൽ സർവകലാശാലയും 5.5 ലക്ഷം രൂപ സാങ്കേതിക സർവകലാശാലയും നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ സർവകലാശാലകളുടെ ഫണ്ട് എന്ന് പറയുന്നത് സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും റിസർച്ച് അടക്കമുള്ള മറ്റ് ആക്ടിവിറ്റികൾക്കും ഒപ്പം ജീവനക്കാരുടെ ശമ്പളത്തിനും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒപ്പം സർവകലാശാലകൾക്കെതിരെ വരുന്ന കേസുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മറുപടികളോ അല്ലെങ്കിൽ നിയമ നടപടിയോ വേണമെങ്കിൽ അതിനും ഈ പണം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് സർവകലാശാലകൾക്കെതിരായിരുന്നില്ല ഈ കേസ്. ഇത് VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗവർണറുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ ഗവർണർ ഈ ചെലവ് ചോദിച്ചുകൊണ്ട് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് കത്തയച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ഈ മാസം 20-ാം തീയതിയാണ് ഈ കത്ത് സാങ്കേതിക സർവകലാശാലയ്ക്ക് കിട്ടുന്നത്. കഴിഞ്ഞ മാസം 20-ാം തീയതി എന്ന് പറയുന്നത് കഴിഞ്ഞ മാസമെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കാലഘട്ടമായിരുന്നു. ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയ സാഹചര്യമായിരുന്നു. പെൻഷൻകാരുടെ പെൻഷൻ 2 മാസം മുടങ്ങിയിരിക്കുന്ന ഘട്ടമായിരുന്നു. ഈ ഘട്ടത്തിലാണ് 5.5 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവനും കത്തയച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക സർവകലാശാല ഇതുവരെ പണം അനുവദിച്ചിട്ടില്ല. അത്തരത്തിൽ പണം അനുവദിക്കണമെങ്കിൽ അത് സിൻഡിക്കേറ്റിൻ്റെ കൂടി അനുമതിയോടുകൂടിയേ നടക്കുകയുള്ളൂ. അങ്ങനെ സിൻഡിക്കേറ്റ് അനുമതി വാങ്ങണമെങ്കിൽ അതിന് മുന്നോടിയായി ഫിനാൻസ് കമ്മിറ്റിയുടെ അടക്കം ക്ലിയറൻസ് വാങ്ങണം. എന്തായാലും സിൻഡിക്കേറ്റിലടക്കം ഈ വിഷയത്തിൽ തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കേസ് തുടരുന്നുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും രാജ്ഭവൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി അതിൻ്റെ നിയമ നടപടിക്കുള്ള ചെലവും ഒരുപക്ഷെ സമാനമായി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് നൽകേണ്ടി വരുന്ന സാഹചര്യവും നിലവിലുണ്ട്. അനുജ, അതായത് ഇപ്പോൾ ഇതിൽ ഈ തീരുമാനം ഉണ്ടാകണമെങ്കിൽ സിൻഡിക്കേറ്റിന്റെ അനുമതി വേണം. അതിൽ അങ്ങനെ യോഗം കൂടേണ്ടതുണ്ട്. എന്തായാലും അടുത്തൊരു പോരിന് കൂടി വഴി തുറക്കുകയാണ് എന്ന് നമ്മൾ കാണണമോ ഉമേഷ്? തീർച്ചയായും അടുത്തൊരു പോരിന്, പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് സാങ്കേതിക സർവകലാശാലയിലാണെങ്കിലും അവിടെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെയാണ് കൂടുതൽ. സ്വാഭാവികമായി വൈസ് ചാൻസലർ, താൽക്കാലിക വൈസ് ചാൻസലറായ K. ശിവപ്രസാദിനെ സ്വന്തം നിലയിൽ ഒരു തീരുമാനം അവിടെ എത്തിച്ച് നടപ്പാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെങ്കിൽ K. ശിവപ്രസാദിന് VC എന്നുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഇത്തരത്തിൽ ഫണ്ടെല്ലാം അനുവദിക്കാം. അത്തരത്തിൽ സിൻഡിക്കേറ്റിൽ എത്താതെ ഫണ്ട് അനുവദിച്ചാൽ പോലും അത് സിൻഡിക്കേറ്റിൽ ചോദ്യം ചെയ്യപ്പെടും. സ്വാഭാവികമായി ഇത് വരും ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അവിടെ സിൻഡിക്കേറ്റ് ഇല്ല, അവിടെ ഗവേണിംഗ് കൗൺസിലാണ്. സ്വാഭാവികമായി ഗവേണിംഗ് കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ചർച്ച ചെയ്യേണ്ടി വരും. അവിടെയും സമാനമായി അവിടെ കൂടുതലും സർക്കാർ പ്രതിനിധികൾ 2 പേരേ ഉള്ളൂ, സർക്കാർ സെക്രട്ടറി തലത്തിലുള്ളവർ. ബാക്കിയെല്ലാം വിദ്യാഭ്യാസ രംഗത്തെയും വ്യവസായ രംഗത്തെയും പ്രമുഖരാണ്. സ്വാഭാവികമായി അവിടെയും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ ഉയരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ഇതൊരു പ്രശ്നം നിലനിൽക്കുന്നത് സ്വാഭാവികമായി ഇത്തരത്തിൽ രാജ്ഭവൻ സർക്കാർ പോര് പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതേ രീതിയിൽ സിൻഡിക്കേറ്റ് ഈ നിയമ നടപടിക്കുള്ള പണം സർവകലാശാല കൊടുക്കാൻ തീരുമാനിച്ചാൽ തുടർന്നുള്ള നിയമ നടപടിക്കുള്ള പണം മറ്റ് സർവകലാശാലകളും നൽകേണ്ടി വരും. ഇതൊരു കീഴ്വഴക്കമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. അത് മാത്രമല്ല, സർവകലാശാലകളുടെ ഫണ്ട് എന്ന് പറയുന്നത് 1 UGC ഫണ്ടും 2 സംസ്ഥാന സർക്കാർ നൽകുന്ന പണവുമാണ്. ആ പണം ഉപയോഗിച്ചാണ് സംസ്ഥാന സർക്കാരിനെതിരെ തന്നെ കേസ് നടത്തുന്നത് എന്നുള്ള ഒരു വിരോധാഭാസവും ഇതിലുണ്ട്. അനുജ, അതാണ് ഇപ്പോൾ എന്താണ് ഇനിയിപ്പോൾ സർവകലാശാലകൾ
അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ഇതിൽ തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നതും വളരെ പ്രധാനമാകുന്ന ഒരു വിഷയമാകും. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി കേസുകൾക്ക് ചിലവായ തുക സർവകലാശാലകൾ നൽകണമെന്ന് രാജ്ഭവൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 11 ലക്ഷം രൂപ ആകെ 2 സർവകലാശാലകളും കൂടി നൽകേണ്ടതുണ്ട് എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.